വിൽപ്പനയിൽ റെക്കോർഡിടുകയാണ് സപ്ലൈകോ. ഇക്കുറി ഓണം വിപണിയിൽ സപ്ലൈകോയുടെ വിറ്റുവരവ് 422.17 കോടി രൂപ കവിഞ്ഞു. ഇന്നലെ വൈകിട്ട് 4 മണിവരെയുള്ള കണക്കാണിത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 35 ദിവസത്തെ വിറ്റുവരവ് 385.42 കോടി രൂപയായിരുന്നു. അതിനേക്കാൾ വലിയ വർധനയാണ് ഇത്തവണയുണ്ടായത്. ഇത് സമീപകാലത്തെ ഏറ്റവും വലിയ റെക്കോർഡ് നേട്ടം തന്നെയാണ്. കഴിഞ്ഞ വർഷം തിരുവോണം സെപ്റ്റംബർ 5-നായിരുന്നു. 2025 ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 4 വരെയുള്ള 35 ദിവസത്തെ കണക്കാണ് 385.42 കോടി രൂപ. ഇത്തവണ ഓഗസ്റ്റ് 1 മുതൽ 25 ദിവസം കൊണ്ട് മാത്രം ഇതുവരെ 350.21 കോടി രൂപയുടെ വിറ്റുവരവുണ്ട്. മിക്ക സബ്സിഡി സാധനങ്ങൾക്കും വില വർദ്ധിപ്പിക്കാതെയും പലതിനും വില കുറച്ചിട്ടുമാണ് ഈ നേട്ടത്തിലെത്താനായത്. വെളിച്ചെണ്ണ 20 രൂപ കുറച്ചു. കഴിഞ്ഞ വർഷം വെളിച്ചെണ്ണയിൽ നിന്ന് മാത്രം 100 കോടി ലഭിച്ചു. സപ്ലൈകോ വിറ്റുവരവ് താരതമ്യം ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 2025 ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 4 വരെ 35 ദിവസത്തെ ആകെ വിറ്റുവരവ് 385.42 കോടി രൂപ. സബ്സിഡി സാധനങ്ങൾ 180.03 കോടി, നോൺ സബ്സിഡി 205.11 കോടി. ഈ സർക്കാരിന്റെ കാലത്ത് 2026 ജൂലൈ 22 മുതൽ ഓഗസ്റ്റ് 25 വരെ 35 ദിവസത്തെ വിറ്റുവരവ് ഇതുവരെ 422.17 കോടി. സബ്സിഡി 153.49 കോടി, നോൺ സബ്സിഡി ആകട്ടെ 268.89 കോടി. 2026 ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 25 തിരുവോണം വരെ 25 ദിവസത്തെ വിറ്റുവരവ് 350.21 കോടി രൂപയാണ്. അതിൽ സബ്സിഡി 125.67 കോടി, നോൺ സബ്സിഡി 224.67 കോടി. വില വർദ്ധിപ്പിക്കാതെ സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ വഴി 13 സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കി. ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, തുവരപ്പരിപ്പ് തുടങ്ങിയ വിവിധ അവശ്യവസ്തുക്കൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറച്ചു. സപ്ലൈകോ വഴിയുള്ള ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് 249 രൂപയിൽ നിന്ന് 220 രൂപയായി. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ സബ്സിഡി സാധനങ്ങൾ റേഷൻ കാർഡ് ഉപയോഗിച്ച് ഇപ്പോൾ ഒരുമിച്ച് വാങ്ങാം. മുൻ വർഷങ്ങളിലെ റാക്കുകൾ ഒഴിഞ്ഞുകിടക്കുന്ന അവസ്ഥ പരിഹരിച്ച് സപ്ലൈകോയിൽ ആവശ്യത്തിന് സ്റ്റോക്ക് ഉറപ്പാക്കിയിട്ടുണ്ട്. സ്റ്റോറുകളിൽ എല്ലാ സാധനങ്ങളും ലഭ്യമാക്കിയത് ഉപഭോക്താക്കൾക്ക് സൗകര്യമായി. തിരുവോണത്തിന് 4 ദിവസം മുൻപേ 5,93,408 സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം പൂർത്തിയാക്കി. ക്ഷേമ സ്ഥാപനങ്ങൾക്കായി 8,902 കിറ്റുകൾ നൽകിയതിന് പുറമെ ഇതുവരെ 5,51,164 റേഷൻ കാർഡ് ഉടമകൾ നിലവിൽ കിറ്റുകൾ കൈപ്പറ്റിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.